السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് അവന്റെ കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ദിനം ഒരു ഹദീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് വളരെ പ്രതീക്ഷയോടെ ഒരുപാട് മോഹങ്ങളുമായി അന്യനാട്ടിൽ കടന്ന് കഷ്ടപ്പെട്ടു അവസാനം തന്റെ കുടുംബത്തെ ഒന്ന് കാണാൻ നാട്ടിലേക്ക് വന്ന പലരും 6 അടി മണ്ണിലേക്ക് യാത്രയായി. പലരും ഹോസ്പിറ്റലുകളിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. പാതിരാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ എത്രയോ പേര് മണ്ണിനടിയിൽപ്പെട്ട് മയ്യത്ത് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത അവസ്ഥയിൽ എൻ്റെ പ്രിയമുള്ളവരെ, മരണം വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വലിയൊരു അഭിലാഷമാണ് നല്ല ഒരു മരണം കിട്ടുക. നമ്മൾ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, അതിനുവേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. നമ്മൾ എത്രയോ പേരുടെ മരണങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ ചിലരുടെ മരണങ്ങൾ കാണുമ്പോൾ കൊതി തോന്നാറുണ്ട്, പടച്ചോനെ ഇങ്ങനെ മരിക്കണം, ഇങ്ങനൊരു മരണം തരണേ എന്ന് അള്ളാഹുവിനോട് മയ്യത്ത് കാണുമ്പോൾ പോലും ദുആ ചെയ്യുന്നവരാ നമ്മൾ. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ഹദീസ് അതിനുള്ള ഒരു വഴിയാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാ ഒരു നല്ല മരണം ലഭിക്കാനുള്ള ഒരു വഴി. മഹാനായ അൻ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാവലത്തുൽ മിസ്കീൻ മഹാനായി നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പട്ടിണി പാവങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് വല്ലതും കൊടുക്കൽ ദുഷിച്ച മരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ, സർവ്വതും നഷ്ടപ്പെട്ടു പോയവർ, ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് വല്ലതും തന്റെ കൈകൊണ്ട് കൊടുക്കുന്നവർ, ഭക്ഷണമാകട്ടെ എന്തുമാകട്ടെ, സാമ്പത്തികമായിട്ടാകട്ടെ ഭക്ഷണപരമായിട്ടാകട്ടെ, ഏതൊരു രീതിയിൽ സഹായിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു മോശമായ മരണം കൊടുക്കില്ല എന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പാവപ്പെട്ടവരെ സഹായിക്കുക, ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക, അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല, അതെല്ലാവർക്കും ലഭിക്കില്ല. കാരണം എത്ര ഉണ്ടെങ്കിലും കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. എങ്കിൽ പാവങ്ങൾ, ഒരു ഗതിയും പരഗതിയുമില്ലാത്തവർ, തന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട കൊടുക്കുന്നവരുണ്ട്. അത് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജ്തമിഉ അശ്ശുഹു വൽ ഈമാനു ഫീ ഖൽബിഹി അബദൻ അബദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പിശുക്കും ഈമാനും ഒരു ദാസന്റെ മനസ്സിൽ ഒരിക്കലും ഒരുമിച്ച് കൂടുന്നതല്ല എന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്കും ഈമാനും ഒരാളുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈമാനുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും മറ്റൊരുത്തനെ സഹായിക്കാൻ ഇരിക്കാൻ കഴിയില്ല. അവനെ കൊണ്ട് കഴിയുന്നത് അവൻ കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ഇല്ലാത്തവരാണ് പിശുക്കൻ. എത്ര ഉണ്ടെങ്കിലും കൊടുക്കാത്തവർ, സഹായിക്കാത്തവർ, യതീമീങ്ങൾ, രോഗികൾ, പാവങ്ങൾ, സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തവർ, എത്ര ചോദിച്ചാലും കൊടുക്കാത്തവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, നിനക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോശമായ മരണത്തിനെ തൊട്ട് നിനക്ക് സംരക്ഷണം ഉണ്ടാകും, അള്ളാഹു നിനക്ക് നല്ല മരണം തരും. മറ്റൊരു ഹദീസിൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറ ഇത്ആമുൽ മുസ്ലിമി അസ്സഗ്ബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയായി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വിശന്നു കഴിയുന്ന മുസ്ലിമിന് ആഹാരം കൊടുക്കുന്നത് പാപമോചനം നിർബന്ധമാക്കുന്ന അമലിൽപ്പെട്ടതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപമോചനം നേടിയെടുക്കാൻ കഴിയുന്ന, നിർബന്ധമായും പാപമോചനം കിട്ടുന്ന ഒരു അമലിൽപ്പെട്ടതാണ് പാവപ്പെട്ടവർക്ക്, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാപം പൊറുക്കാൻ, നല്ല മരണം കിട്ടാൻ, വിപത്തുകൾ
തെറ്റുകൾ തട്ടിമാറ്റാൻ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ ഒരു കാരണമാണ്, നല്ല കാര്യമാണ്. പാവങ്ങളെ സഹായിക്കുക, ഭക്ഷണം കൊടുക്കുക. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതഅമ അഖാഹു ഖുബ്സൻ ഹത്താ യുസ്ബിഅഹു വസാഖഹു മാഅൻ ഹത്താ യുർവിയഹു ബഅദല്ലാഹു അനിൻ നാർ സബ്അ ഹനാദിക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും തന്റെ മുസ്ലിമായ സഹോദരന് വയറ് നിറച്ച് ആഹാരം കഴിപ്പിക്കുകയും ദാഹം തീരുവോളം വെള്ളം കുടിപ്പിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവനെ ജഹന്നമിൽ നിന്ന് 7 കിടങ്ങുകൾ ദൂരത്തിലേക്ക് ആക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശക്കുന്ന ഒരു മുസ്ലിമായ സഹോദരന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുക, കുടിക്കാൻ വയറ് നിറച്ച് വെള്ളം കൊടുക്കുക, അതിലൂടെ 7 കിടങ്ങുകൾ ദൂരത്തിലേക്ക് അല്ലാഹു ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് അല്ലാഹു ദൂരമാക്കുമെന്ന മഹാനവറുകൾ പറയുന്നു. 2 കിടങ്ങുകൾക്കിടയിലുള്ള അകലം 500 വർഷത്തെ വഴിദൂരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സഹോദരങ്ങളെ. മറ്റൊരു ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരാളെ വസ്ത്രം ധരിപ്പിച്ചാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിലെ പച്ച വസ്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുന്നതാ. ഒരു മുസ്ലിമിന്റെ വിശപ്പിന്റെ അവസ്ഥയിൽ ആഹാരം കഴിപ്പിച്ചാൽ അല്ലാഹു അവനെ സ്വർഗ്ഗത്തിലെ പഴങ്ങളിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്നതാ. ഒരു മുസ്ലിമിനെ ദാഹത്തിന്റെ സമയത്ത് ആരെങ്കിലും വയറ് നിറച്ചു വെള്ളം കുടിപ്പിച്ചാൽ മുദ്രവെക്കപ്പെട്ട പരിശുദ്ധ ജലത്തിൽ നിന്ന് അല്ലാഹു അവനെ കുളിപ്പിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പാവങ്ങളെ സഹായിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ഹദീസ് عن ابن عباس رضي الله تعالى عنه أن قال سمعت رسول الله صلى الله عليه وسلم يقول ما من مسلم كسى مسلما ثوبا إلا كان في حفظ الله وما دام منه عليه خرقة. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായി ഞാൻ കേട്ടു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വസ്ത്രം ധരിപ്പിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ അതിന്റെ ഒരു കഷ്ണമെങ്കിലും അവശേഷിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാവപ്പെട്ടവനൊരു വസ്ത്രം നമ്മൾ ധരിപ്പിച്ചാൽ ആ വസ്ത്രത്തിന്റെ അംശം ആ മനുഷ്യന്റെ ശരീരത്ത് എത്ര കാലത്തോളം അവശേഷിക്കുന്നുണ്ടോ അത്രയും കാലത്തോളം അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും ആ മനുഷ്യൻ കൊടുത്ത മനുഷ്യനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പാവങ്ങളെ സഹായിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ സമയത്ത് നമുക്ക് സഹായിക്കാൻ കഴിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 3 വിഭാഗം ആൾക്കാർ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യദ്ഖുലുൽ ജന്നത ഹബ്ബുൻ വലാ ബഖീലുൻ വലാ മന്നാനുൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചതിയനും പിശുക്കനും ഉപകാരം ചെയ്തിട്ട് എടുത്തു പറയുന്നവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ ഈ ഹദീസ് കാണാൻ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രവാചകനെ തൊട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ചതിയന്മാർ സ്വർഗ്ഗത്തിൽ കിടക്കുകയില്ല, പിശുക്കന്മാർ സ്വർഗ്ഗത്തിൽ കിടക്കുകയില്ല. ഉപകാരങ്ങൾ ചെയ്തിട്ട് പാവങ്ങളെ സഹായിച്ചിട്ട് യതീമീങ്ങളെ സഹായിച്ചിട്ട് അതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുമ്പോൾ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നമുക്ക് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രതിഫലം. അതുകൊണ്ടാ മഹാന്മാർ പറയുന്നത്, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല എന്ന്. അതിന് വല്ലാത്ത പ്രതിഫലം ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിന്റെ സമയത്ത് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയണം. നമ്മളുള്ളതിൽ നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നത് പാവങ്ങൾക്ക് കൊടുത്ത് സഹായിക്കുക. അള്ളാഹു നമുക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന നന്മകളുടെയൊക്കെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസത്തിൽ കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. കരുണക്കടലായ പടച്ചുറബ് അള്ളാഹുവിന്റെ കരുണ കൊണ്ട്, ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ സഹോദരന്റെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ പ്രത്യേകിച്ച്, ഉസ്താദെ ഒരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഈ മാസം 15-ാം തീയതി അതിന്റെ റിസൾട്ട് വരികയാ, എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം മറക്കാതെ ദുആ ചെയ്യണേ എന്ന് വസിയ്യത്ത് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ ആ സഹോദരന് ഒരു രോഗവും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു ആ സഹോദരന് ആഫിയത്തും ദീർഘായുസും അള്ളാഹു കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.